ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇടുക്കി ജില്ലയിൽ രാജകുമാരി എന്ന സ്ഥലത്ത് ദൈവവേലയിൽ ആയിരിക്കുന്ന കർത്തദാസൻ മധുപോൾ പാസ്റ്ററുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. അന്ന് ആ പ്രിയ ദേവദാസൻ ഇപ്രകാരം എന്നോട് പറഞ്ഞു, എൻ്റെ സഭയിൽ ഒരു സഹോദരി വളരെ നാളുകളായിട്ട് വളരെ മാരകമായ ഒരു രോഗത്തിന് അടിമയായി കഴിയുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ ആ സഹോദരിയെക്കുറിച്ച് അറിയുവാൻ വളരെ താല്പര്യം കാണിച്ചു. എങ്കിൽ പ്രിയ ദേവദാസൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, ആ പ്രിയ സഹോദരിക്ക് ഒരു മരുന്ന് പോലും പ്രതികരിക്കാത്ത ഒരവസ്ഥയിലേക്കും ഇപ്പം രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്. തലയിൽ തൊടുവാനോ ശരീരത്തിൽ തൊടുവാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ, ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വേദനയുണ്ടായി. എങ്കിൽ ഞാൻ പ്രിയ ദേവദാസനെ പ്രകാരം പറഞ്ഞു, നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇപ്രകാരം ആ ദേവദാസിയോടും പറയുവാൻ, ആ പ്രിയ സഹോദരിയോടും പറയുവാൻ ദേവദാസനിടയായി. അങ്ങനെ ആ ദേവദാസി ആ സഹോദരി വളരെ ആഗ്രഹത്തോടെ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായി. എങ്കിൽ യഹോവ വലിയ അത്ഭുതങ്ങളോട് പ്രവർത്തിപ്പാനും ദൈവം ഇപ്പോൾ നമ്മൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് ജീവിക്കുന്നുണ്ടെന്ന് തെളിയിക്കപ്പെടുവാൻ യഹോവ ഇടയായി. ആ പ്രിയദാസിയുടെ സാക്ഷ്യം നമ്മൾക്ക് ഒരു നിമിഷം കേട്ട് ആ പ്രിയ സഹോദരിയിൽ നിന്ന് തന്നെ നമ്മൾക്ക് ശ്രമിക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പറയുകയാണ്. ബ്ലഡ് വരികയായിരുന്നു. 18-ാം തീയതി ദേവസ്വനിൽ വിളിച്ച് പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ ദൈവം എനിക്ക് പൂർണ്ണമായ വിടുതൽ തന്നു. ദേവദാസനും പ്രാർത്ഥിച്ചു, എനിക്ക് പൂർണ്ണമായിട്ട് ദൈവം ഒരു വിടുതൽ തന്നു. ദേവദാസൻ വന്നെൻ്റെ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ച സമയത്ത് തലയിൽ നിന്ന് വലിയ വേദന വിട്ടുമാറിയതുപോലെ, എന്തോ എടുത്തു മാറ്റിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. സ്വർഗത്തിലെ ദൈവം ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് രോഗത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. ദൈവത്തിന് ഞാൻ പൂർണ്ണമായ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ രോഗത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടം നിറഞ്ഞ ഒരു രോഗമായിരുന്നു. ഞങ്ങൾ പൂർണ്ണമായിട്ട് അറിവുണ്ടായിരുന്നു. എങ്കിലും അസാധ്യമായി ദൈവത്തിൻ്റെ ഒന്നുമില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തിനെ പ്രാർത്ഥിക്കുകയും വാത്സല്യ മധുപോൾ വാസം കുടുംബമായിട്ട് വരികയും സഭയായി എല്ലാവരും ഒരുവിധപ്പെട്ട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ദൈവം വലിയൊരു അത്ഭുത വിടുതൽ ഞങ്ങൾ ഈ നിൽക്കുന്ന ദേശത്തൊരു സാക്ഷികളായി ഞങ്ങൾ തീർക്കാനാണ് ദൈവം ഞങ്ങളെ കൊണ്ട് ഇത് ഇങ്ങനെ ഒരു രോഗം വരുത്തിയെന്ന് തന്നെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതൊരു നല്ല സാക്ഷ്യമായിട്ട് കാണുന്നവരെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ഈ ദൈവം ഞങ്ങളെ അയച്ചിരിക്കുന്നതാണ് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സാക്ഷ്യം മുഖാന്തരം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടിട്ട് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ജോമോൻ കുടുംബവും എൻ്റെ ഇവിടെയുള്ള കടുക്കാസിറ്റിലുള്ള ശരീരത്തിലാണ്. എന്നാൽ വന്ന നാൾ മുതൽ ഇങ്ങനെ ശരീരമായി അസ്വസ്ഥതയുണ്ട്, ബലഹീനതയുണ്ട് എന്ന് അറിഞ്ഞുവെങ്കിലും ഇത്ര മാരകമായ രോഗത്തിന് ഉടമയാണ് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ രോഗം വളരെയധികം മൂർച്ഛിച്ച് മൂക്കിൽ കൂടെയും വായ്ക്കിൽ കൂടെയും ചെവിയിൽ കൂടെയൊക്കെ രക്തം ഇങ്ങനെ ഒഴുകുന്ന ആ വലിയ ദയനീയമായ അവസ്ഥയിൽ പ്രിയ ദേവദാസിനോട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ ഞാൻ മരിച്ചു പോകും, എൻ്റെ ഭർത്താവ് ഒരു കല്യാണം വീണ്ടും കഴിക്കും, എൻ്റെ കുഞ്ഞിന് അമ്മയില്ലല്ലോ എന്നോർത്ത് വളരെ ദുഃഖിച്ച് കരഞ്ഞു. ആ ആഴ്ച തന്നെ ഞങ്ങളൊരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുകയും കഴിഞ്ഞ 18-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ ദൈവജന ശുശ്രൂഷയ്ക്ക് ശേഷമായി പ്രിയ ദേവദാസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഞാനിപ്പോൾ സൗഖ്യം കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുകയും ഞാൻ ആ പ്രിയപ്പെട്ടവരുടെ തലയിൽ കൈവച്ചപ്പോൾ പാമ്പ് ചുരുളുന്ന പോലെ ഇങ്ങനെ ചുരുണ്ട് വട്ടത്തിൽ ഇങ്ങനെ കറങ്ങി വേദന സഹിക്കവയ്യാതെ എൻ്റെ കൈ ഇങ്ങനെ തട്ടിക്കളഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനിവിടെ മേലെ എൻ്റെ സാന്നിധ്യം പകർന്നു കഴിഞ്ഞു, ഞാൻ വിടുവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് പറയുകയും ക്ഷണത്തിൽ ദൈവം അത്ഭുതം ചെയ്യുകയും ചെയ്തു. ആമേൻ. ഇന്ന് സഭയിലും ദേശത്തും ഒരു സാക്ഷ്യമായി മാറിയിരിക്കുന്നു. ആമേൻ. ഇത് മുഖാന്തരമായി സഭയ്ക്കും ദേശത്തിനും ഒരു അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.